5 മണി മുതൽ ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു. 3 മേഖലകളിലും കര, നാവിക, വ്യോമ മേഖലകളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന സ്ഥിരീകരണമാണ്. പി വസന്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വസന്ത്, പാകിസ്ഥാൻ ഒരു മറുപടി, കനത്ത തോതിലുള്ള മറുപടി നമ്മൾ നൽകിക്കഴിഞ്ഞു. ഇന്ത്യയുടെ നിരപരാധികളെ കൊന്നാൽ 100 അല്ല അതിലേറെ ഭീകരവാദികളെ വധിക്കും, വേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മിനിറ്റ് വെച്ച് തകർക്കും. അതിന്റെ സൂചനയാണ് ഇന്ന് പോലും സർഗോദ അവരുടെ F-16 പറന്നുയരുന്ന എയർ സ്ട്രിപ്പ് അടക്കം തകർത്തുകൊണ്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാനാണ് പലവട്ടം അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും അത് ലോകത്തിനോട് പറഞ്ഞ സന്ദേശമായി തന്നെ നിൽക്കുകയാണ്. ലോകത്തിന്റെ ഇടപെടൽ വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ ഒരു തരത്തിലും മറ്റൊരു രാജ്യത്തിന്റെയും ആവശ്യത്തെ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വേണ്ടി നിന്നിട്ടില്ല. ഇന്ത്യ തീരുമാനിച്ചുറച്ചതായിരുന്നു ഇതിനുള്ള മറുപടി. എന്തായാലും സമാധാനമെന്ന ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഇന്ത്യ വരുമ്പോൾ പാകിസ്ഥാന് തൃപ്തിയായി, അതുകൊണ്ട് അവർ നിർത്തുന്നു എന്ന് മനസ്സിലാക്കാം, അല്ലേ? ഉണ്ടായി എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വൻസും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കഴിഞ്ഞ 48 മണിക്കൂർ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വെടിനിർത്തൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ വെടിനിർത്തൽ അടിയന്തരമായി ഉടനടി തന്നെ നിലവിൽ വരുന്ന തരത്തിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട്. അത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ആദ്യം ട്വീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എക്സിൽ കുറിച്ചത്. തൊട്ട് പിന്നാലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ വിദേശമന്ത്രി ഇഷാഖ് ദർ അത് സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വിദേശ സെക്രട്ടറിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. അത് ഇന്ന് 5 മണി മുതൽ വന്നു എന്നാണ് നിലവിൽ വരുന്നത്. അതായത് ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വരുന്നു. ഇനി അടുത്ത ചർച്ചകൾ മെയ് 12-ന് DGMO തലത്തിൽ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ തലത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 കാര്യം കൂടി ഇന്ത്യ അനൗദ്യോഗികമായിട്ട് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്, ഒന്ന്, ഈ ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിയില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. 2, ഇതിൻ്റെ തുടക്കം പാകിസ്ഥാൻ DGMO ഇന്ത്യക്ക് വിളിച്ച ഇന്ത്യയുടെ DGMO, അതായത് സൈനിക നടപടികൾക്കുള്ള ഡയറക്ടർ ജനറലിനെ ഇന്ന് ഉച്ചതിരിഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് മറ്റു ഒരു വിഷയത്തിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തരത്തിലും ഉള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഇല്ല എന്നുള്ളതാണ്. അതിന് കാരണം മാർക്കോ റൂബിയോ പുറത്തുവിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത്, മറ്റു വിഷയങ്ങളെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റു വിഷയങ്ങളെല്ലാം തന്നെ ഒരു ന്യൂട്രൽ സൈറ്റിൽ, അല്ലെങ്കിൽ മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് ചർച്ചയാവാം എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. 2 കാര്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. 1, അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല. 2, മൂന്നാമതൊരു രാജ്യത്ത് വെച്ചിട്ട് മറ്റേതെങ്കിലും വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കം കുറിച്ചത് പാകിസ്ഥാൻ്റെ DGMO ആണ്. ഇന്ത്യയെ വിളിച്ചു, ഇന്ത്യയെ ഉച്ചതിരിഞ്ഞ് വിളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇത് സംസാരിച്ചു. ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിന് വഴിവെച്ചത് എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്.